ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പേരൻസ്, സഹോദരി സഹോദരന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരാധനയിൽ കടന്നു വരുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തോടെയാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി സന്തോഷമൊക്കെ നമുക്കാവാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നിങ്ങനെ 2 ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാം ദൈവത്തിൻ്റെ ഹിതമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ. ഹല്ലേലൂയ. ഞാൻ ഈ സങ്കീർത്തനം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പോയിൻറ്സും എല്ലാം വളരെ നോക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി. അനേകരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇന്നലെ രാത്രി ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് ഇതിൽ നിന്ന് വേറൊരു കാര്യം സംസാരിക്കുവാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എനിക്കറിയാം, ഇന്ന് ഇങ്ങനെ ഒരു സാംസ് റീഡിങ് വരുന്നുണ്ട്, പാസ്റ്റർ പോകുമെന്ന്. അപ്പോൾ ഞാൻ ഒരാഴ്ചയോളമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ട ഒരു വിഷയം, അതിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് ഞാനത് പ്രസ്താവിക്കുന്നതായിരിക്കും. എന്നാൽ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കാതലായ, ഏറ്റവും ഇമ്പോർട്ടൻ്റായ മെസ്സേജ് എന്ന് പറയുന്നത് ശത്രുവിൻ്റെ മേൽ ദൈവം നമുക്ക് തരുന്ന ആത്യന്തികമായ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിൻ്റെ മേൽ നമുക്ക് ലഭിക്കുന്ന ജയത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം 3 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇതിൻ്റെ സന്ദർഭം, ഇതിൻ്റെ ക്യാപ്ഷൻ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദാവീദ് തൻ്റെ മകൻ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. വെൻ ഹി ഫ്ലെഡ് ഫ്രം അബ്ശാലോം ഹിസ് സൺ. ഹല്ലേലൂയ, ആമേൻ. ഈ സന്ദർഭത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന കൊട്ടാരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിനെ എങ്ങനെയാണ് ജനം തനിക്കെതിരായി മാറുന്നത്, അതിനെക്കുറിച്ചൊക്കെ 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം, അതിനകത്ത് 6-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, രാജാവിൻ്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്തു. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിയുടെ ഹൃദയം വശീകരിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. താൻ രാജാവിനെ കാണുവാൻ വരുന്നവരോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ പറഞ്ഞ് ജനത്തെ വശീകരിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. നാം വീണ്ടും ഈ അധ്യായത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തൻ്റെ ജനം തനിക്കെതിരായി തീരുവാനിടയായി. ഹല്ലേലൂയ. അത് തന്നെയല്ല, തൻ്റെ വിശ്വസ്ത മന്ത്രിയായിരുന്ന അഹിത്തോഫേൽ തനിക്കെതിരായി തീരുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ ഹൃദയത്തിൻ്റെ വേദന ഈ വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. താൻ ഭയപ്പെടുവാനിടയായി. ഹല്ലേലൂയ. നിന്ദയും പരിഹാസവും ഒക്കെ താൻ അനുഭവിക്കുമെന്നുള്ളൊരു ഭയം, തൻ്റെ രാജ്യത്വത്തിൽ നിന്ന് തന്നെ വലിച്ചിറക്കുമെന്നുള്ള ഭയം. ആമേൻ, ഹല്ലേലൂയ. വളരെ ആശങ്കയോടെ താൻ ഓടിപ്പോകുന്ന ഒരു സമയത്ത് എഴുതുന്ന ഈ സങ്കീർത്തനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ വീണ്ടും 3 പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മെയിൻ മെസ്സേജിലോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. 3-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ 3-ന്റെ 1-ലും 6-ലും ഇങ്ങനെയാണ് എഴുതി, വൈരികളുടെ പെരുപ്പത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ വിഷയം അവിടെ കാണിക്കുന്നത് രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ. 3-ന്റെ 7-ാം അധ്യായത്തിലൊക്കെ അത് വായിക്കുവാൻ കഴിയും. യഹോവേ, എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമത് വളരെ കാതലായിട്ടുള്ള ഒരു പോയിൻ്റ് അവിടെ എഴുതി കാണുവാൻ കഴിയുന്നത്, നമ്മളെ താങ്ങുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രസംഗിക്കുവാൻ പോയിൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ നടത്തിപ്പ്, ദൈവം എന്നെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനിടയായി. 2 പേരുടെ ജീവിത സാഹചര്യം.
അവിടെ 2 പേർ എമ്മോസിലേക്ക് മടങ്ങിപ്പോകുന്ന 2 പേരുടെ ഹൃദയം. ഞാൻ നോക്കിയിട്ട് ഇത് എങ്ങനെയാണെന്ന് ഇതൊന്ന് താരതമ്യപ്പെടുത്തുവാൻ എങ്ങനെ ഇത് സാധിക്കും? ദൈവം എന്നോട് സംസാരിച്ചു, ദാവീദിൻ്റെ ഹൃദയത്തെ നീ ഒന്ന് കണ്ടു നോക്കിക്കേ. ഹല്ലേലൂയ. സ്വന്തം മകനാണ് തനിക്കെതിരായി നിൽക്കുന്നത്. ഹല്ലേലൂയ. താൻ ഉണ്ടായപ്പോൾ മുതൽ വളർത്തി വലുതാക്കി സംരക്ഷിച്ചു കൊണ്ടുവന്ന തൻ്റെ സ്വന്തം മകൻ. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഹൃദയം എന്തുമാത്രം തകർന്നു കാണും ആ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ ഒരു പക്ഷേ വധിക്കുവാൻ, തന്നെ കൊല്ലുവാൻ ആമേൻ ജനത്തോട് പറയുന്ന, അല്ലെ ജനത്തെ കൂട്ടുന്ന അങ്ങനെയൊക്കെ ഒരവസ്ഥ അവിടെ കാണുമ്പോൾ, ഹല്ലേലൂയ, ദാവീദിൻ്റെ ഹൃദയം ആമേൻ ഞാൻ വിചാരിക്കുന്നു വളരെ ഭയപ്പെട്ട് ആമേൻ പേടിച്ച് തൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് താൻ ഓടിപ്പോകുമ്പോൾ പാടുന്ന ഒരു കീർത്തനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ, ഹല്ലേലൂയ, നമ്മളത് പഠിക്കുമ്പോൾ താൻ യെരൂശലേം വിട്ടു. ഹല്ലേലൂയ. ഒലിവ് മലയിലും കെദ്രോൻ തോട്ടിലും കൂടെ താൻ പോകുകയാണ്. പേടിച്ച് ഭയന്നു ആരും കാണരുതേ എന്നുള്ള വിചാരത്തോടു കൂടി താൻ ഓടി നടക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, താൻ വസ്ത്രം കീറിയും തലയിൽ പൂഴി എറിഞ്ഞും കൊണ്ട് ഓടിപ്പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എമ്മോസിലോട്ടുള്ള യാത്രയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ 2 പേരുടെ ഹൃദയം തകർന്നു നുറുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നവർ. ഹല്ലേലൂയ. കഴിഞ്ഞ 3.5 വർഷം യേശു ചെയ്ത അത്ഭുതങ്ങളെ കണ്ടവർ. ഹല്ലേലൂയ. കഴിഞ്ഞ 3.5 വർഷം യേശു നടത്തിയ പ്രഭാഷണങ്ങളിൽ കൂടെ നടന്നവർ. ഹല്ലേലൂയ. യേശു കർത്താവിനെ അടുത്തറിഞ്ഞവർ. അവരുടെ മനസ്സിലുള്ള വേദന തൻ്റെ ലീഡർ പോയി. ഹല്ലേലൂയ. യഹൂദന്മാർ അവനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. അതാണ് അവരുടെ ഹൃദയത്തിലെ ആദി. ഹല്ലേലൂയ. വേദനയോടെ അവർ നടന്നു പോകുകയാണ്. ഹല്ലേലൂയ. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ആണെങ്കിൽ കല്ലറയാണെങ്കിൽ തുറന്നും കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ ബൈബിൾ എൻ്റെ കൂടെ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്കൊന്ന് കടന്നു വരുമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 24-13-ാം അധ്യായം. അന്നു തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഇവിടെ തങ്ങൾ എന്നാണ് സംസാരിക്കുന്നത്? നമ്മുടെ യേശു കർത്താവിനെ അവർ ക്രൂശിച്ചല്ലോ. ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവിനെ അവർ ഉപദ്രവിച്ചല്ലോ. ഇനിയിപ്പം പേടിയാ, യഹൂദന്മാർ നമ്മളെയും ഉപദ്രവിക്കുമോ? അങ്ങനെ ഇതുവരെയും ആ കർത്താവിൻ്റെ കൃപയിൽ നിന്നവർ ആ കൃപ വിട്ട് വീണ്ടും എമ്മോസിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുകയാണ്. അവരെങ്ങനെയാണ് എമ്മോസിൽ നിന്ന് യെരൂശലേമിലേക്ക് കടന്നു വന്നത്? എമ്മോസിൽ ദൈവസാന്നിധ്യമില്ല. അവർക്ക് ദൈവസാന്നിധ്യമാണ് കൂടുതൽ അടുത്തറിയണം, ദൈവത്തെ അറിയണം, യേശുവിനെ അറിയണം. അങ്ങനെ അവർ എമ്മോസ് വിട്ട് യെരൂശലേമിലേക്ക് വന്നു. പക്ഷേ ഇന്ന് അവർ യെരൂശലേമിൽ നിന്ന് വീണ്ടും മടങ്ങിപ്പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, അവരുടെ ഹൃദയം വേദനയാൽ നിറഞ്ഞ് അവർ പറയുന്നു, സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്, സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. അതിൻ്റെ താഴെ യേശു അവരോട് കൂടെ നടക്കുവാൻ തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്ന യേശു അവരുടെ കൂടെ നടക്കുമ്പോൾ അവർക്ക് മനസ്സിലായില്ല, അവരുടെ കണ്ണ് മൂടപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അവരിങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം, അതിൻ്റെ 24-ന്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു, ഭയന്നുപോയി. ഹല്ലേലൂയ. അതിൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർ വാടിയ മുഖത്തോടെ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തുറന്നു കിടക്കുന്ന കല്ലറയെക്കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ കേൾക്കുവാനിടയായി, 18-ാം നൂറ്റാണ്ടിൽ ധനികനായ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ജീവിച്ചിരുന്നു. ഭയങ്കര ധനികനാണ്. താൻ ക്രിസ്ത്യാനിത്വത്തിനെതിരെ ക്രിസ്ത്യാനികളെ മുടിച്ചു കളയുവാൻ താൻ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന സമയം. ഹല്ലേലൂയ. തനിക്ക് എന്താ ക്രിസ്ത്യാനികൾ ഇത്ര എതിർപ്പെന്ന് അറിയാമോ? തുറന്നു കിടക്കുന്ന കല്ലറയാണ് അവർക്ക് എതിർപ്പ്, പുള്ളിക്ക് എതിർപ്പ്.
എടാ, ഒരു കല്ലറയിൽ അതിനൊരു മഹത്വം വരണമെങ്കിൽ അതിനകത്തൊരു ശവശരീരം ഉണ്ടായിരിക്കണം. ഇവൻ പറയുന്ന ക്രിസ്ത്യാനികൾ ഇവർ വെറും മണ്ടന്മാരാണ്. തുറന്ന കല്ലറയെക്കുറിച്ച് അവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമത്, അവൻ ഏറ്റവും വെറുത്തിരുന്ന പുസ്തകമാണ് ബൈബിൾ. ഏറ്റവും വെറുത്തിരുന്ന വ്യക്തി യേശു ക്രിസ്തു. ഏറ്റവും വെറുത്ത കൂട്ടമാണ് ക്രിസ്ത്യാനികൾ. എന്ത് ചെയ്തു? തൻ്റെ ധനം ഉപയോഗിച്ച് അന്ന് കിട്ടാവുന്നതിലുള്ള എല്ലായിടത്തുനിന്നും ബൈബിളുകൾ താൻ കളക്ട് ചെയ്യുവാനിടയായി. കണ്ടെയ്നറുകൾ നിറച്ച് താൻ ബൈബിളുകൾ കളക്ട് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താൻ കളക്ട് ചെയ്ത ബൈബിളുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പത്ത് താൻ കൂട്ടുകാരെ എല്ലാവരും വിളിക്കും. തൻ്റെ മുറ്റത്ത് ആ ബൈബിളുകൾ കൂട്ടിയിട്ട് താൻ കത്തിക്കും. ഇതായിരുന്നു വോൾട്ടയർ ആണെന്ന പുള്ളിയുടെ പേര്, വോൾട്ടയർ. പുള്ളിയുടെ രാത്രികൾ ഇങ്ങനെ ആയിരുന്നു, ബൈബിളുകൾ കത്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾ കഴിഞ്ഞുപോയി. വോൾട്ടയർ മരണമടഞ്ഞു, മണ്ണിനോട് ചേർന്നു. ഇങ്ങനെയാണ് ചരിത്രം എഴുതിയിരിക്കുന്നത്. 50 വർഷം കഴിഞ്ഞു, ബൈബിൾ സൊസൈറ്റി തൻ്റെ കൊട്ടാരം വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. ജനീവ ബൈബിൾ സൊസൈറ്റി തൻ്റെ ആ കൊട്ടാരം വിലയ്ക്ക് വാങ്ങി. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ കൊട്ടാരത്തിനുള്ളിൽ അവരൊരു പ്രസ് തുടങ്ങി, ബൈബിൾ അച്ചടിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ചരിത്രം മാറി. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന് ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്നും ജീവനുള്ള ദൈവവചനം, ഇന്നും ചിലരെ ചലിപ്പിക്കുന്ന ദൈവവചനം, ഇന്നും നുറുങ്ങിയ ഹൃദയങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവവചനം. ഹല്ലേലൂയ. അല്പസമയം സങ്കീർത്തനത്തിന് സമയമാണ്, പക്ഷേ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ നിങ്ങൾ ആരും മൗനമായിരിക്കരുത്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം എടുത്തവർ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അവരാരും നശിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു ചരിത്രമാണ്, അങ്ങനെയുള്ളൊരു സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ പിടിച്ചു കൊണ്ടുവരുന്ന, തിരികെ കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽ ഈ ഹാളിൽ വ്യാപരിക്കട്ടെ. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശക്തിക്ക്, ഈ വചനത്തിന്റെ ശക്തിക്ക് അതിന്റെ കുറവുണ്ടായില്ല, അത് കൂടിക്കൊണ്ടേയിരുന്നു. ക്രിസ്ത്യാനികൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ തുറന്ന് കിടക്കുന്ന കല്ലറ ഒരു ആവേശമാണ്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. യേശു മരിച്ചു. യേശു കർത്താവിൻ്റെ ശരീരം ആ കല്ലറയ്ക്കുള്ളിൽ വെച്ചു. 1.5 ടൺ ഭാരമുള്ള വലിയ കല്ലുരുട്ടി വെച്ചു. റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്ര അതിന്മേൽ പതിപ്പിച്ചു. ആമേൻ. ഭടന്മാർ കാവലായി നിന്നു. എന്നാൽ പ്രവാചകന്മാർ പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, 3-ാം നാൾ ഞാൻ മരണത്തെ ആമേൻ ഭേദിച്ച് കല്ലറയ്ക്കുള്ളിൽ എഴുന്നേറ്റ് വരും. അങ്ങനെ സംഭവിച്ചു. മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശു കർത്താവ്, ആമേൻ, മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച ദൈവം ഇന്ന് അവരുടെ കൂടെ നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ വിഷയത്തിന് മേൽ, എന്ത് വിഷയമായിക്കോട്ടെ, നുറുങ്ങിയ വിഷയത്തിന്മേൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇന്നും പ്രവർത്തിക്കാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം. ഓ ഇന്നും നിങ്ങളെ തൊടുവാൻ ശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം, ഇന്നും ചില രോഗാവസ്ഥകളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ഓ നിങ്ങൾ വിചാരപ്പെടുന്നോ? നിങ്ങൾ ഭയപ്പെടുന്നോ? നാളെയെ കുറിച്ചുള്ള ആകുലതകളാണോ? ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെ നടക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. അതെ, ആ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ക്രൂശാണ് എൻ്റെ വിജയം. ആ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ക്രൂശാണ് എൻ്റെ വിജയം. ആമേൻ. അതിലാണ് എൻ്റെ പൂർണ്ണ വിജയമുള്ളത്. അതിലാണ് ഞാൻ ജയാളിയായത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവരുടെ കൂടെ നടക്കുകയാണ്. അവരുടെ കണ്ണു മൂടപ്പെട്ടു പോയി. അതുകൊണ്ട് അവർക്ക് അറിയത്തില്ല ഇത് ആരാ കൂടെ നടക്കുന്നതെന്ന്. തങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ട് നാം നിങ്ങൾ വായിച്ചു വരുമ്പോൾ, അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർ കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം ചിലരോട് സംസാരിക്കുന്ന ഒരു വാക്യം, ഹല്ലേലൂയ, ഞാൻ നിൻ്റെ കൂടെ വരുവാൻ തയ്യാറാണ്. നീ എൻ്റെ കൂടെ നടപ്പാൻ തയ്യാറാണോ? ഹല്ലേലൂയ. വീണ്ടും ഒരു സമർപ്പണത്തിനായി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? യേശു കർത്താവ് ഇന്ന് വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്. എൻ്റെ കൂടെ നടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എൻ്റെ കരം പിടിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വീണ്ടും ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്, 5-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ എന്നെ താങ്ങുകയാൽ ആ താങ്ങുന്ന കരം ഇന്ന് നമ്മളുടെ മധ്യേ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആ താങ്ങുന്ന ദൈവത്തിന്റെ ശക്തി നമ്മളുടെ മധ്യേ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവിട്ടു പോയ ചിലതിനെ മടക്കി കൊണ്ടുവരുന്ന, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ അതിന്റെ കൂടെ അതിനെ മടക്കി കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവസാന്നിധ്യം നമ്മളെ ഭരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വോൾട്ടയർ മരിച്ചുപോയി, പക്ഷേ ദാനിയേൽ പ്രവചനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് Daniel 12. Can you put that on the screen, please? Daniel 12 and 2 and 3. ഇതാണ് അവസാനം എന്നെ ബലപ്പെടുത്തിയ വാക്യം. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിനെതിരെ വാദിച്ചവരുടെ കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നമ്മൾക്ക് ഇന്ന് ബുദ്ധിമാന്മാർ പോലെ ആയിത്തീരാം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം, നമ്മുടെ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്കിടയായി തീരട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും മേലും പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ടെന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വീണ്ടും ദൈവസഭയെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.